വൈൽഡ് ലവ്. രചന ജാസ്മിൻ. അവതരണം സാലിം കരുളായി. ചുണ്ടുകൾ അവിടുന്ന് എടുക്കുന്നതോടൊപ്പം അവൻ്റെ ചുണ്ടുകൾ മുടിഞ്ഞു. കണ്ണനൊരു ചിരിയോടെ രുദ്രനെ പുണർന്നു. രുദ്രൻ തിരിച്ചു. കണ്ണൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റതും രുദ്രൻ കണ്ണൻ്റെ ഭാഗത്തേക്ക് നീങ്ങിക്കിടന്നു. കണ്ണൻ രുദ്രൻ്റെ ഭാഗത്ത് കിടന്നു. കിടന്നത് രുദ്രൻ ഋഷുവിനെ അവൻ്റെ നെഞ്ചിലേക്ക് അണച്ചു പിടിച്ച് കിടന്നു. അവൻ്റെ കണ്ണുകളും പതിയെ അടഞ്ഞുപോയി. രാവിലെ എല്ലാവരും അവരുടെ വഴിക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. രുദ്രൻ കുറേ നാളുകൾക്ക് ശേഷം അന്ന് നേരത്തെ എണീറ്റ് ജിം റൂമിൽ കയറിയിരിക്കുവാണ്. എല്ലാവരും റെഡിയായി ഹാളിൽ വന്നപ്പോഴാണ് ഈശ് ഫോണും പിടിച്ച് മുകളിൽ അവളുടെ റൂമിൽ നിന്നും വരുന്നത്. ഓഫീസിലേക്ക് പോകാൻ റെഡിയായുള്ള വരവാണ്. അച്ഛാ, അവളെ തന്നെ വായും തുറന്ന് നോക്കി നിൽക്കുന്ന മോഹന്റെ മുന്നിലേക്ക് അവൾ ആ കയ്യിലുള്ള ഫോൺ നീട്ടി. ആരോ എൻ്റെ ഫോണിൽ നിന്ന് ആനന്ദ് സാറിന് മെയിലിലേക്ക് റെസിഗ്നേഷൻ ലെറ്റർ അയച്ചിട്ടുണ്ട്. അത് പറഞ്ഞുകൊണ്ട് ടെൻഷനോടെ സെറ്റിയിലിരിക്കുന്നവളെ കണ്ടപ്പോഴാണ് റോണിക്കല്ലാത്തവർക്കൊക്കെ അവൾ അറിയാതെ രുദ്രൻ ചെയ്ത പണിയാണെന്ന് അറിഞ്ഞത്. മോളെ ഈശു, ഇവിടെ രുദ്രനാഥൻ്റെ ഭാര്യയുടെ ഫോണെടുത്ത് കളിക്കാനുള്ള ധൈര്യമൊന്നും ആർക്കും ഇല്ല. അതുകൊണ്ട് നിന്റെ ഫോണിൽ നിന്ന് നീ അറിയാതെ പലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ നിന്റെ ഈച്ച തന്നെയാവും. അതുകൊണ്ട് മോൾ അവനോട് പോയി ചോദിക്ക്. മോഹൻ പറഞ്ഞു തീരും മുമ്പ് തന്നെ മോഹൻ്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി അവൾ മുകളിലേക്ക് ഓടിയിരുന്നു. അടഞ്ഞു കിടക്കുന്ന അവൻ്റെ ജിം റൂം തള്ളി തുറന്ന് അകത്തേക്ക് കയറി യേശു അനങ്ങാതെ അങ്ങനെ തന്നെ നിന്നു. ഒരു ഷോർട്സ് മാത്രം ഇട്ട് മിററിൻ്റെ മുന്നിൽ നിൽക്കുവാണ് രുദ്രൻ. അവൻ്റെ ശരീരത്തിലേക്കാണ് അവൻ്റെ കണ്ണുകൾ. യേശുവിൻ്റെ കണ്ണുകളും അവൻ്റെ ശരീരത്തിൽ തന്നെയാണ്. വിയർത്തൊരിച്ച് നിൽക്കുന്ന അവൻ്റെ ആ ശരീരത്തിൽ രാത്രിയിൽ അവളിലേക്ക് ആഴ്ന്നിറങ്ങി അവളുടെ നെഞ്ചിലേക്ക് ചായുമ്പോൾ അവൻ്റെ ശരീരം ഇങ്ങനെയാവും. കിതപ്പോ ക്ഷീണമോ ഉണ്ടാവില്ല, പക്ഷെ നന്നായി വിയർത്തിലുണ്ടാവും. ആ രംഗം മനസ്സിലേക്ക് വന്നതും യേശു കണ്ണുകൾ രണ്ടും മുറുകെ അടച്ചു. രുദ്രൻ മിററിലൂടെ യേശുവിനെ കണ്ടതും തലയൊന്ന് കുടഞ്ഞു. അവളുടെ വേഷം കണ്ടപ്പോൾ തന്നെ ഓഫീസിലേക്ക് പോകാൻ റെഡിയായതാണെന്ന് മനസ്സിലായി. ആദ്യത്തിന് മെയിൽ അയച്ച കാര്യം പറയാൻ മറന്നത് അപ്പോഴാണ് അവനക്ക് ഓർമ്മ വന്നത്. ഇന്നലെ രാത്രി പറയണമെന്ന് കരുതിയതാണ്. ആ സംസാരത്തിനിടയ്ക്ക് അത് പറയാൻ സമയം കിട്ടിയില്ല. പിന്നെ അതിൻ്റെ ഓർമ്മയും വിട്ടു. രുദ്രൻ തിരിഞ്ഞു നോക്കി. യേശു കണ്ണടച്ച് നിൽക്കുവാണ്. രുദ്രൻ നെറ്റിച്ചു വിളിച്ചുകൊണ്ട് അവൾക്ക് അടുത്തേക്ക് നടന്നു. അവൻ്റെ നിശ്വാസം മുഖത്തേക്ക് തട്ടിയതും യേശു പതിയെ കണ്ണ് തുറന്നു. കണ്ണിൽ അവളുടെ ഇച്ഛ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്നു. അവളുടെ കണ്ണുകൾ അവന് നഗ്നമായ നെഞ്ചിലേക്കാണ്. അവൻ്റെ നഖത്തിൻ്റെ പാടുകൾ എണ്ണി തിട്ടപ്പെടുത്തുവാണെന്ന് അവനക്ക് മനസ്സിലായി. ഇതൊന്നും മാഞ്ഞില്ലേ? അതിലൂടെ വിരലുകൾ കൊണ്ട് തടുകി ചോദിക്കുമ്പോൾ ആ സ്പർശനത്തിൽ രുദ്രനൊന്ന് പകച്ചു. മാഞ്ഞു പോകാൻ ഇന്നലെ ഒരു രാത്രി മാത്രമല്ലേ നമുക്കിടയിൽ ഇല്ലാത്തതുള്ളൂ, നിന്റെ മാഞ്ഞോ? അവളുടെ ഓവർകോട്ടിനുള്ളിലൂടെ കൈയിട്ട് അവനോട് ചേർത്ത് നിർത്തിക്കൊണ്ട് അവൻ ചോദിക്കുമ്പോൾ അവളുടെ മാറുകൾ അവൻ്റെ ഉറച്ച നെഞ്ചിലായി അമർന്നു. അവൻ്റെ ചോദ്യത്തിൽ അവൾ തല വെലിങ്ങിനിയാട്ടി. നോക്കട്ടെ. കാറ്റ് പോലെ അവൻ്റെ സ്വരം അവളിൽ പതിഞ്ഞ് കടന്നുപോയി. യേശുവിൻ്റെ ഹൃദയതാളം അവിടെ ഉയർന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. ആ ചുവന്ന മുഖത്തേക്ക് നോക്കും തോറും അവൾക്ക് സ്വയം നഷ്ടമാകുന്നത് പോലെ. ആ പിങ്ക് ചുണ്ടിലേക്ക് നോക്കുമ്പോൾ അവയെ അവളുടെ ചുണ്ടുകൾക്കിടയിലാക്കാൻ തോന്നുന്നു. ഇഷ. അവൻ്റെ ചുണ്ടിൽ നിന്ന് നോട്ടം മാറ്റാതെ തന്നെ അവൾ മൂളി, കിസ്മി. ആ നിമിഷം തന്നെ ഈശോവിൻ്റെ ചുണ്ടിനെ പുണർന്നിരുന്നു. രുദ്രൻ അവൾ അവൻ്റെ അടുപ്പിലേക്ക് എടുത്തിരുത്തി. ഒപ്പം അവളിലെ കോട്ടൂര് നിലത്തേക്ക് ഇട്ടു. ഉള്ളിലൊരു സ്ലീവ്ലെസ് ഇന്നറാണ്. അതിൻ്റെ ഉള്ളിലൂടെ കൈയിട്ട് അവൾ അവനെ നെഞ്ചിലേക്ക് അമർത്തി. ഈശ്വരുദ്രൻ്റെ ചുണ്ടുകളെ അവളുടെ ചുണ്ടുകൾ കൊണ്ട് താലോലിച്ചു. പതിയല്ല, അവൻ്റെ ഇഷ്ടം പോലെ വേദനിപ്പിച്ച് കടിച്ച് വലിച്ച് അങ്ങനെ ചുംബിച്ചു. രുദ്രൻ അവളുടെ ആ ചുംബനത്തിൽ മതിമറന്ന് നിന്നുപോയി. രുദ്രൻ്റെ ഒരു കൈ അവളെ താങ്ങി പിടിച്ചു. ഒന്ന് പുളയുന്നതിനോടൊപ്പം തന്നെ വായ്ക്കകത്തുണ്ടായെന്ന് അവൻ്റെ ചുണ്ടുകൾ പുറത്തേക്ക് വന്നു. ഇനിയും നിന്നാൽ എല്ലാം കയ്യിൽ നിന്ന് പോകുമെന്ന് അവൾക്കറിയാം. അതുകൊണ്ടാണ് വേഗം അവിടുന്ന് വലിയാൻ നോക്കിയത്. രുദ്രൻ ഒന്നും മിണ്ടാതെ അവളിൽ നിന്നും കൈവിട്ടു. ഈശോത് പ്രതീക്ഷിച്ചെങ്കിലും വേഗം ആ റൂമിൽ നിന്നും അവരുടെ റൂമിലേക്ക് തിരിഞ്ഞു നടന്നു. രുദ്രന്റെ ജിം റൂം തുറന്ന ശേഷമാണ് എന്തിനാണ് അവൻ്റെ അടുത്തേക്ക് പോയതെന്ന് ഓർമ്മ അവൾക്ക് വന്നത്. നെറ്റിയിൽ സ്വയം നടിച്ച ശേഷം വീണ്ടും അവൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി തിരിഞ്ഞ ആ നിമിഷം തന്നെ ഈശോ ഉയർന്നു പൊങ്ങി സോഫയിലേക്ക് വീണിരുന്നു. അത് ശരി, സൗകര്യത്തിന് ഇവിടെ എത്തിച്ചതല്ലേ? ചിരിയോടെ അവളെ നോക്കി അവൾക്ക് അടുത്തേക്ക് വരുന്നവനെ നോക്കി കുറുമ്പോടെ പറയുമ്പോൾ രുദ്രൻ ഒന്ന് ചിരിച്ചു. അവൾ രുദ്രനെ ഒന്ന് നോക്കി. ഒരു പാൽപുഞ്ചിരിയോടെ കിടക്കുന്ന യേശുവിൻ്റെ അടുത്തേക്ക് അവൻ ചിരിയോടെ നടന്നു വന്നു. യേശു പതിയെ സെറ്റിയിൽ നിന്ന് ഉയർന്ന് മുകളിലേക്ക് ഒന്നുകൂടെ നിരങ്ങിക്കിടന്നു. തല സെറ്റിയിൽ വെച്ച് ചാരി കിടന്നു. രുദ്രൻ അവളിലേക്ക് ക്ഷണിക്കാൻ തയ്യാറായിക്കൊണ്ട്. രുദ്രൻ ഒരു ചിരിയോടെ അവളുടെ മുകളിലേക്ക് കിടന്നു. യേശുവിനെ രണ്ട് കൈകൾ കൊണ്ട് ചേർത്ത് പിടിച്ചു. ഇഷ, ഇച്ച. പരസ്പരം അവരുടെ കണ്ണുകളിലേക്ക് നോക്കി അവർ പരസ്പരം വിളിച്ചു. രുദ്രൻ അവളുടെ ചുണ്ടിലേക്ക് അവൻ്റെ ചുണ്ടുകളെ മുട്ടിച്ചു. യേശുവിൻ്റെ ചുണ്ടുകളെ നുണഞ്ഞു തുടങ്ങി. നിമിഷങ്ങളോളം നീണ്ടു നിന്ന ചുംബനത്തിൽ ശ്വാസം വിലങ്ങുതടിയായതും അവൻ അവളുടെ ചുണ്ടിൽ നിന്ന് ചുണ്ടുകൾ അടത്തി മാറ്റി അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് കിടന്നു. യേശുവിൻ്റെ പുറത്തുകൂടെ കൈവച്ച് അവനെ ചുറ്റിപ്പിടിച്ചു.
അവൻ അവളിൽ നിന്നും ഉയർന്ന ശേഷം അവളുടെ ഇടുപ്പിലൂടെ ചുറ്റി അവളെ എടുത്തുയർത്തി ശേഷം അവളുടെ വസ്ത്രം തലവഴി ഊരി നിലത്തേക്കിട്ടു. ആ നിമിഷം തന്നെ അവളുടെ ശരീരത്തോട് അമർന്നു. രുദ്രന്റെ കണ്ണുകൾ അവളിൽ മൊത്തമായി ഓടിക്കൊണ്ടിരുന്നു. രുദ്രൻ അവളുടെ കഴുത്തിടക്കിലേക്ക് മുഖം അമർത്തി നുണഞ്ഞു. ഈശോവന്റെ പുറത്ത് അള്ളിപ്പിടിച്ചു. രുദ്രൻ പല്ലുകൊണ്ട് അവളുടെ കഴുത്തിൽ തെളിഞ്ഞു കാണുന്ന ഞരമ്പിനെ വലിച്ചെടുത്ത് നുണഞ്ഞു വിട്ടു. ഇച്ച ആദ്യമുണ്ടായിരുന്ന മുറിവിൽ തന്നെ ആയതുകൊണ്ട് അവൾക്ക് നന്നായി വേദനിച്ചു. അതറിഞ്ഞ പോലെ രുദ്രൻ കടിച്ച ഭാഗം അവന്റെ നാവ് കൊണ്ട് തഴുകി ചുണ്ടുകൊണ്ട് ചുംബിച്ചു. വേദനക്കപ്പുറത്തേക്ക് അവളിൽ വല്ലാത്തൊരു സുഖം വന്നു നിറഞ്ഞു. പെട്ടെന്ന് അവർക്കിടയിലിരുന്ന് യേശുവിന്റെ ഫോൺ ശബ്ദിച്ചു. രണ്ടുപേരുടെ ശ്രദ്ധ അതിലേക്കായി. അച്ഛൻ. ഫോണിൽ തെളിഞ്ഞ മോഹന്റെ മുഖത്തേക്ക് നോക്കി യേശു പതിയെ പറഞ്ഞു. രുദ്രൻ നെറ്റിച്ചുളിഞ്ഞു. ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാ. എന്നെ കാണാത്തോണ്ട് വിളിക്കുന്നതാകും. ഞാനത് മറന്നു. ഈ ചെണീറ്റെ ബാക്കിക്ക് രാത്രി. അവരൊക്കെ എന്ത് കരുതുമെന്ന് ചിന്തിച്ച് അവൾ വേഗം അവനിൽ നടന്നു മാറാൻ ശ്രമിച്ചു. എന്നാൽ രുദ്രന്റെ കൈ അവളിൽ ഒന്നുകൂടെ അമർന്നു. ശേഷം അവളെ സെറ്റിയിലേക്ക് തള്ളി. യേശു മലന്നടിച്ചുകൊണ്ട് സെറ്റിയിൽ വീണു. കുറച്ച് കഴിഞ്ഞ് പോകാം. അതും പറഞ്ഞുകൊണ്ട് അവളുടെ മാറിലേക്ക് ചാഞ്ഞ് അവൻ അവളിലേക്ക് അമർത്തി പിടിച്ചുകൊണ്ട് അവളുടെ കൈകളും അവന്റെ ശരീരത്തിലൂടെ അമർന്നു. ഇച്ച മതി. സമയം നീങ്ങിക്കൊണ്ടിരുന്നു. രുദ്രൻ ഇതുവരെ അവന്റെ പ്രവൃത്തികൾ നിർത്തിയിട്ടില്ല. സമയം നീങ്ങിക്കൊണ്ടിരിക്കെ അവൻ നിർത്തില്ലെന്ന് കണ്ടതും അവന്റെ മുടിയിൽ ശക്തിയിൽ പിടിച്ച് വലിച്ച് അവന്റെ മുഖം അവൾ ഉയർത്തി. ഞാൻ പോട്ടിച്ച. അവരൊക്കെ എന്ത് കരുതും? നമുക്കിനി രാത്രി നോക്കാം. അവന്റെ രണ്ട് കവളിലും കൈവച്ച് അവൾക്ക് നേരെ അവന്റെ മുഖം തിരിച്ചുകൊണ്ട് അവൾ പറയുമ്പോൾ അവന്റെ കണ്ണുകൾ വിടുന്നു. രാത്രി പുലരുന്നത് വരെ. അവളുടെ കവളിലും അതുപോലെ കൈവച്ചുകൊണ്ട് അവൻ ചോദിക്കുമ്പോൾ അവളൊന്ന് ഞെട്ടി. കുറച്ചു നേരം ഉറങ്ങണം. ചുണ്ടു ചുളുക്കി പറയുന്ന അവന്റെ ഇശയുടെ ചുണ്ടിൽ അവനൊന്ന് അമർത്തി മുത്തി. ഇടയ്ക്കൊരു 5-10 മിനിറ്റൊക്കെ തരാം. കളിയോടവൻ പറയുമ്പോൾ ഈശോവന്റെ നെഞ്ചിലൊരു കുത്തുകൊടുത്ത് അവനെ നെഞ്ചിലേക്ക് ചാരി. രുദ്രൻ അവൾ ഇറുകപ്പുണർന്നു. ഇതൊക്കെ മാറ്റി സാധാരണ വീട്ടിലിരുന്ന് ഡ്രസ്സിട്ട് ഇനി നമ്മൾ കുറച്ചു കാലം ഫ്രീ ആയിട്ട് വീട്ടിലിരിക്കാൻ പോവാണ്. ഇടയ്ക്കൊരു ഹണിമൂണൊക്കെ പോയി വരാം. അതുകൊണ്ടാണോ എൻ്റെ ജോലി വേണ്ടെന്ന് വെച്ചത്? അവന്റെ വാക്കുകൾ കേട്ടതും അവൾ പെട്ടെന്ന് ചോദിച്ചു. രുദ്രനൊന്നും മിണ്ടിയില്ല. അതാണോ കാരണം? അല്ല, എൻ്റെ പെണ്ണിനെ അവൻ നോക്കണ്ട. എൻ്റെയാണെന്ന് അറിഞ്ഞിട്ടും ഒരു പ്രശ്നത്തിനും അവൻ വരില്ലെന്ന് അറിയാം. എന്നാലും അത് വേണ്ട. എൻ്റെ അല്ലേ, എൻ്റെ കൂടെ മതി എപ്പോഴും. ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ, ഇങ്ങനെ ചുംബിക്കാൻ എനിക്ക് വേണം എപ്പോഴും. ചിന്തിക്കുന്നതിനോടൊപ്പം അവളുടെ നെറ്റിയിൽ അവൻ്റെ ചുണ്ടുകൾ ഇടയ്ക്ക് പതിഞ്ഞു. ആഹാ, വന്നോ? ഞാൻ കരുതി ഇനി അടുത്തൊന്നും താഴേക്ക് ഇറങ്ങി വരില്ലെന്ന്. എല്ലാവരും കഴിച്ചു തുടങ്ങിയപ്പോഴാണ് യേശുവും അവൾക്ക് പിന്നാലെയായി രുദ്രനും ഇറങ്ങി വന്നത്. യേശുവിനെ കണ്ടൊരു കള്ളച്ചിരിയോടെ മോഹൻ പറയുമ്പോൾ യേശു പിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി. അവളുടെ നോട്ടം കണ്ടതും രുദ്രൻ കണ്ണു ചിമ്മിക്കൊണ്ട് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്കടുത്തേക്കിരുന്നു. ഹാ, എന്ത് നോക്കിയിരിക്കാ ദേവി നീ? മക്കൾക്ക് വിളമ്പി കൊടുക്ക്, ക്ഷീണം കാണും. അച്ഛാ, മോഹൻ കളിയോടെ പറയുമ്പോൾ രുദ്രൻ കടുപ്പിച്ചൊന്ന് വിളിച്ചു. പിന്നെ നിനക്ക് ക്ഷീണം കാണില്ലേ? രാവിലെ മുതൽ ജിം റൂമിൽ കിടന്ന് കുത്തി മറിയായിരുന്നല്ലോ. അതിന്റെ ക്ഷീണം ഉണ്ടാവുമെന്ന് കയറി പറഞ്ഞതാണ്. വേണ്ടേ വേണ്ട, ഞങ്ങൾക്ക് എന്താ. മോള് കഴിക്ക്, ഇനിയും ജോലിയുള്ളതല്ലേ. നല്ല ആഹാരം കഴിച്ചാലേ ആരോഗ്യം ഉണ്ടാവുള്ളൂ. ആ കഴിക്ക്. ആദ്യം പുച്ഛിച്ചുകൊണ്ട് രുദ്രന്റെ മുഖത്തേക്ക് നോക്കിയും പിന്നെ ഒരു ചിരിയോടെ യേശുവിനെ നോക്കിയും മോഹൻ പറഞ്ഞു. ദേവി മോഹനെ നോക്കി പേടിപ്പിക്കുന്നുണ്ട്. മറ്റു 3 പേരും ചിരി കടിച്ചു പിടിച്ചിരിക്കുവാണ്. യേശു പാവം. മോഹൻ അവസാനം പറഞ്ഞ വാക്കിന്റെ മീനിങ് മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ തലയാട്ടി ആഹാരം കഴിക്കാൻ തുടങ്ങി. മോഹൻ വീണ്ടും എന്തോ പറയാൻ വന്നതും ദേവി നല്ലൊരു നുള്ളു കൊടുത്ത് വാടിപ്പിച്ചു. നിശ്ചിവിന് ലീവ് കിട്ടുമെങ്കിൽ ഇന്നൊരു ദിവസം ഇങ്ങോട്ട് വരാൻ പറ്റുമെന്ന് ചോദിച്ചു നോക്ക്. കടിച്ചുകൊണ്ടിരിക്കെ രുദ്രന്റെ ആ വാക്കുകൾ കേട്ടതും എല്ലാവരുടെയും കണ്ണ് പുറത്തേക്ക് തള്ളി. റോണിയുടെ ഭക്ഷണം തലയിൽ കയറി ചുമച്ചു. നീ നിച്ചുവോ? അവളെന്തിനാ ഇങ്ങോട്ട് വരുന്നത്? അവൾക്ക് ക്ലാസ് ഉണ്ട്. ആദ്യത്തെ ഞെട്ടല് മാറിയതും അവൻ ബീക്കിക്കൊണ്ട് പറഞ്ഞൊപ്പിച്ചു. അത് സാരല്ല, ഒരു ദിവസം ഒന്നും ക്ലാസ്സിൽ കയറില്ലെങ്കിൽ കുഴപ്പമില്ല. കോളേജിലെ നമ്പർ തന്നാ ലീവ് ഞാൻ വിളിച്ച് പറഞ്ഞോളാം. നീ പോയി അവളെ കൂട്ടിയിട്ട് വാ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഗൗരവത്തിൽ അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൻ കഴിപ്പ് നിർത്തി ചേറിന്ന് എഴുന്നേറ്റു. അപ്പോഴും വിശു അവർക്ക് മുന്നിലുള്ള പാത്രത്തിലേക്ക് നോക്കി അനങ്ങാതിരിക്കുമായിരുന്നു. ഇഷ. രുദ്രന്റെ കടുപ്പിച്ചുള്ള വിളിയുടെ അർത്ഥം മനസ്സിലായതും അവൾ കഴിക്കൽ തുറന്നു. അപ്പോഴും എന്തിനാവും നിശ്ചിവിനെ അങ്ങോട്ട് വിളിപ്പിക്കുന്നെന്ന ചിന്ത അവരിലെല്ലാവരിലും ഒരുപോലെ നിറഞ്ഞു. കഴിച്ചു കഴിഞ്ഞ് റോണി വേഗം ഫോണെടുത്ത് പുറത്തേക്ക് പോയി. നിച്ചുവിനെ വിളിച്ച് കാര്യം പറഞ്ഞു. അവളൊരു പൊടിക്ക് സമ്മതിച്ചില്ല. ഒന്നാമത് ആനി പറഞ്ഞ അവളുടെ തല പോകും. പിന്നെ അവർ റിലേഷനുണ്ടെന്ന് എല്ലാവരും അറിഞ്ഞപ്പോൾ എല്ലാവരെയും അഭിമുഖീകരിക്കാൻ ഒരു പേടിയും ചളിപ്പും. റോണി എന്തൊക്കെ പറഞ്ഞിട്ടും അവൾ സമ്മതിച്ചില്ല. എന്നാ ശരി, നിനക്ക് പറ്റില്ലെന്ന് ഞാൻ ഏട്ടനോട് പറയാം. അവളുടെ മറുപടിക്ക് പോലും നിൽക്കാതെ റോണി ഫോൺ വെച്ചു. ശേഷം അകത്തേക്ക് നടന്നു. മോഹനെന്തോ പറഞ്ഞുകൊണ്ട് രുദ്രൻ ഹാളിലിരിക്കുന്നുണ്ട്.
അച്ഛനക്ക് പറ്റുമെങ്കിൽ മതി. ഇന്നൊരു ദിവസം ലീവ് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്ക്. നമുക്ക് എല്ലാവർക്കും ഇന്നൊരു ദിവസം ഇവിടെ കൂടാം. 2 ദിവസം കഴിഞ്ഞാൽ ഞാനും വിശ്വയും ഒരു ട്രിപ്പ് പോവാണ്. രുദ്രൻ മോഹനോട് പറയുമ്പോൾ അവനക്ക് അടുത്ത് തന്നെ കണ്ണനും റോണി ഇരിക്കുന്നുണ്ട്. ഹണിമൂണാണ് ഏട്ടാ? കണ്ണനാണത് ചോദിച്ചത്. രുദ്രൻ ചിരിക്കാൻ മാത്രം ചെയ്തു. അതിലുണ്ടായിരുന്നു അവൻ ചോദിച്ചതിനുള്ള ഉത്തരം. എങ്ങോട്ടാണ് തീരുമാനിച്ചോ? അവർക്ക് അടുത്തേക്ക് വന്നുകൊണ്ട് റോണി ചോദിച്ചു. രുദ്രൻ അവനെ ഒന്ന് നോക്കി. അവൻ അവൾക്ക് അടുത്തേക്ക് ഇരുന്നു. അങ്ങനെ എങ്ങോട്ട് എന്നൊന്നുമില്ല. 1 മാസം എനിക്ക് ഫ്രീ ആണ്. ആ 1 മാസത്തിൽ ഈശയ്ക്ക് എവിടേക്കാണ് പോകേണ്ടത് അവിടെയൊക്കെ പോകും. ഇവിടെയല്ല, പുറത്ത്. നീച്ചു വരുമ്പോൾ ഈശയുടെ പാസ്പോർട്ട് കൂടെ കൊണ്ടുവരാൻ പറയണം. രുദ്രൻ അത് പറയുമ്പോൾ റോണി ഒന്ന് പരുങ്ങി. അവൾ വരില്ലെന്ന് പറഞ്ഞുവെന്ന് പറയാൻ അവനൊരു ചാളിപ്പ്. അത് പിന്നെ ഏട്ടാ, നിച്ചു വരില്ലെന്ന് പറഞ്ഞു. അവൾക്കെന്തോ ഒരു മടി. അവൻ്റെ വാക്കിലെ ചടപ്പ് മറ്റുള്ളവർക്ക് മനസ്സിലായി. നീ ആ ഫോണിങ്ങിതാ, ഞാൻ പറയാം. റോണി പറഞ്ഞു നിർത്തിയതും അവൻ്റെ ഫോണിന് വേണ്ടി രുദ്രൻ കൈ നീട്ടി. നിച്ചു അങ്ങനെ പറഞ്ഞാൽ അവനായി വിളിക്കുന്നൊന്നും അവൻ കരുതിയില്ല. അവനെന്നല്ല ആരും. അതിൽ നിന്ന് തന്നെ നിച്ചു വന്നേ മതിയാവുമെന്ന് അവൻ ഉറപ്പിച്ചെന്ന് എല്ലാവർക്കും മനസ്സിലായി. ആരും മറുതൊന്നും പറഞ്ഞില്ല. റോണി ഫോൺ ഓണാക്കിയ ശേഷം രുദ്രൻ നേരെ നീട്ടി. അവനത് വാങ്ങി കോൾ ലിസ്റ്റ് എടുത്ത് നിച്ചു എന്ന നമ്പറിലേക്ക് അടിച്ചു. പുറത്തേക്ക് നടന്നു. അവൻ പോകുന്ന നോക്കി എല്ലാവരും ഇരുന്നു. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ വരില്ലെന്ന്? അത് പറയാനാണെങ്കിൽ ഇനി എന്നെ വിളിക്കണ്ട. അതെന്താ നിനക്ക് ഇങ്ങോട്ട് വന്ന? ഗൗരവത്തോടെയുള്ള രുദ്രന്റെ ശബ്ദം കേട്ടതുകൊണ്ടാകും ഫോൺ എടുത്ത പാടെയുള്ള അവളുടെ ശബ്ദം പിന്നെ കേൾക്കാതിരുന്നത്. നിച്ചു. അവളുടെ അനക്കമൊന്നുമില്ലെന്ന് കണ്ടതും അവൻ പാതിയെ വിളിച്ചു. അവളൊന്ന് മൂളി. ഈശയ്ക്ക് നിന്നെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. അവളുടെ മനസ്സിൽ മുഴുവൻ നിന്നെക്കുറിച്ചുള്ള ടെൻഷനാണ്. നിങ്ങളുടെ വീട്ടിലുള്ളവരെ കുറിച്ചുള്ള പേടിയൊക്കെയാണ്. നീ വന്നാ നിന്നെ കണ്ട അവളുടെ ഉള്ളിൽ പകുതി ടെൻഷനും കുറയും. അവളുടെ ഉള്ളിലുള്ളതെല്ലാം നിനക്ക് പങ്കുവെച്ചാൽ അവൾക്ക് സമാധാനം കിട്ടരുത് കരുതിയ മോളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. നിനക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട, ആരും നിർബന്ധിക്കില്ല. പക്ഷെ വന്ന അത് നിന്റെ ഇച്ചേച്ചിക്ക് വലിയ ആശ്വാസമാകും. അത്രമാത്രം പറഞ്ഞുകൊണ്ട് രുദ്രൻ ഫോണ് വെച്ചു. അകത്തേക്ക് വന്ന് ഫോൺ റോണിയുടെ കയ്യിൽ കൊടുത്തു. അവനോടൊന്നും പറഞ്ഞില്ല. നിച്ചുവിനോട് സംസാരിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. പറ, എന്താച്ചാ തീരുമാനിച്ചത്? ഇന്ന് പോകുന്നുണ്ടോ? അങ്ങനെയൊക്കെയാണെങ്കിൽ ഞാൻ പോവില്ലെന്ന് വെക്കാം. റോണയെ ലീവാക്കിയില്ലേ? മോഹൻ ചോദിക്കുമ്പോൾ റോണ തലകുലുക്കി. കണ്ണനോടും റോണിയോടും പിന്നെ ചോദിക്കേണ്ട കാര്യമില്ല. അവർ നേരത്തെ തന്നെ ലീവാക്കിയിട്ടുണ്ട്. എന്നാ ഇന്നത്തെ ദിവസം നമുക്കിവിടെ അടിച്ചു പൊളിക്കാം. മോഹൻ ചിരിയോടെ പറയുമ്പോൾ ആ ചിരി എല്ലാവരിലേക്കും പടർന്നു. രുദ്രൻ അവിടെ നിന്ന് എണീറ്റ് മുകളിലേക്ക് നടന്നു. പിന്നെ വേറൊരു അതിഥി കൂടിയുണ്ട്. നിങ്ങൾക്കൊന്നും പരിചയമില്ലാത്തൊരു അതിഥി. കുറച്ച് കഴിയുമ്പോൾ വരും. പോകുന്ന പോക്കിൽ രുദ്രൻ പറയുമ്പോൾ എല്ലാവരും മതാര എന്ന പോലെ പരസ്പരം നോക്കി. ആർക്കും ആ പറഞ്ഞത് മനസ്സിലായില്ല. രുദ്രൻ ഒരു ചിരിയോടെ മുകളിലേക്ക് നടന്നു. ബാക്കിയുള്ളവർ അവരുടെ പണിയിലേക്കും. റോണിയുടെ കയ്യിലുള്ള അവൻ്റെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നു. നീ വാ, ഞാൻ വരാം. എന്ന് നിൽക്കാനുള്ള സ്ഥലത്ത് നിൽക്കാം. കോളേജിൽ വിളിച്ച് ലീവ് പറഞ്ഞു. നിച്ചുവിൻ്റെ മെസ്സേജ് കണ്ടത് റോണി ഒരു ചിരിയോടെ തിരിച്ച് റീപ്ലൈ അയച്ചു. ശേഷം രുദ്രൻ പോയ വഴിയെ നോക്കി. അമ്മേ, ഇതൊക്കെ എന്തിനാ? അടുക്കളയിൽ ഉച്ചയ്ക്കുള്ള ഭക്ഷണം തയ്യാറാക്കുവാണ് ദേവിയും ശാരദയും. ഒപ്പം പുറത്തുനിന്നൊരു ചേച്ചിയുണ്ട്. ഇന്നെല്ലാവരും കൂടെ ഉള്ളത് കൊണ്ട് അടിക്കുവാനും തുടക്കുവാനും വൃത്തിയാക്കുവാനും ഒക്കെ ആ ചേച്ചിയെ വിളിച്ചതാണ്. എല്ലാവരും നല്ല പണിയിലാണ്. അതിനിടയിലാണ് എന്തോ പിടിച്ചുകൊണ്ട് ഈശു ആ ചോദ്യം ചോദിച്ചത്. അതൊക്കെ സദ്യക്കുള്ളതാണ് മോളെ. ഇന്ന് സദ്യയാണോ? ശാരദ പറയുമ്പോൾ അവൾ സന്തോഷത്തോടെ ചോദിച്ചു. സദ്യ കേശുവിന് ഒത്തിരി ഇഷ്ടമാണ്. ദേവി അതേന്ന് തലകുലുക്കി. അപ്പോഴാണ് മോഹൻ അങ്ങോട്ട് വന്നത്. മോഹനെ കണ്ടതും എന്തോ യേശുവിനൊരു മടി. നേരത്തെ മോഹൻ പറഞ്ഞ വാക്കുകളൊക്കെ അവൾ എന്തോ ഒരു ചളിപ്പുണ്ടാക്കി. അതും അവരുടെയൊക്കെ മുന്നിൽ വെച്ച് അങ്ങനെ പറഞ്ഞപ്പോൾ എന്തോ പോലെ. ഞാനിപ്പോൾ വരാം. മോഹനെ നോക്കാതെ യേശു വേഗത്തിൽ അടുക്കളയിൽ നിന്ന് മുന്നോട്ട് നടന്നു. അവളുടെ ആ പ്രവൃത്തിയിൽ മോഹനെ നെറ്റിച്ചുടിഞ്ഞു. അവളുടെ ആ പോക്ക് ദേവിയെ ശ്രദ്ധിച്ചു. മോൾക്ക് എന്ത് പറ്റി? ഒന്നും മിണ്ടാത്ത പുറത്തേക്ക് പോകുന്ന യേശുവിനെ നോക്കി മോഹൻ പറയുമ്പോൾ ദേവി മോഹനെ കനപ്പിച്ച് നോക്കിക്കൊണ്ട് അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് പോയി. പുറത്തേക്ക് പോകുമ്പോൾ മോഹൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചു ദേവി. മോഹൻ കാര്യം അറിയാതെ ദേവിയെ നോക്കി. അപ്പോഴേക്കും ദേവി മോഹനെയും കൊണ്ട് റൂമിൽ കയറി ഡോറടച്ചിരുന്നു. മോൾ എന്താ മിണ്ടാതെ പോയെന്ന് അറിയോന്ന്? മുഖത്ത് പോലും നോക്കാതെ അവളെന്താ പോയതെന്ന് അറിയോന്ന്? മുന്നിൽ നിന്ന് ചാടി കളിക്കുന്ന ദേവിയെ നോക്കി മോഹൻ അറിയാതെ തന്നെ ഇല്ലെന്ന് തലയാട്ടി. നാവിന് ലൈസൻസ് ഇല്ലാതെ വായിൽ തോന്നിയതൊക്കെ പറയുമ്പോൾ ആലോചിക്കണം. നിങ്ങൾ പറഞ്ഞതിൻ്റെ ഒക്കെ അർത്ഥം മോൾക്ക് ഇപ്പോഴാ മനസ്സിലായത്. നാണല്ലാത്ത മനുഷ്യന് ഒരു മരുമകളോട് പറയേണ്ട വർത്താനാണോ അവിടെ ഇരുന്ന് പറഞ്ഞത്? ദേവി അങ്ങനെ പറയുമ്പോഴാണ് മോഹൻ അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. എന്നും പറയും പോലെ കളിയിൽ പറഞ്ഞതാണ്. അതിലിപ്പോൾ എന്താ ഇത്ര പുതുമയെന്നായിരുന്നു മോഹൻ്റെ മുഖത്ത്.
അതിന് ഇങ്ങനെയൊക്കെ ഞാൻ മുമ്പും പറഞ്ഞിട്ടില്ലേ, അപ്പോഴൊന്നും ഇല്ലാതെ എന്ത് പ്രശ്നമായി ഇപ്പോ? മോഹൻ പറയുമ്പോൾ ദേവി ഒന്ന് കടുപ്പിച്ച് നോക്കി. ആര് പറഞ്ഞു അന്നൊന്നും ഒരു കുഴപ്പമില്ലെന്ന്? അവൾ പറഞ്ഞു, രുദ്രൻ പറഞ്ഞു. നിങ്ങളായി ഊഹിച്ചതല്ലേ? പ്രായപൂർത്തിയായ വേറെയും 3 മക്കൾ നിങ്ങൾക്കുണ്ട്, അത് മറക്കണ്ട. നമ്മുടെ സ്വകാര്യതകൾ ഒരാൾ 4 ആൾക്ക് മുമ്പിലിരുന്ന് പറയുമ്പോൾ അതൊരു ചമ്മൽ തന്നെയാണ്. ദേവി എന്നും പറയും പോലെ കളിയിലല്ലെന്ന് മോഹന് മനസ്സിലായി. ഒപ്പം വിഷുവിന് ഒന്നും നോക്കുക പോലും ചെയ്യാത്തൊരു പോക്കും മോഹനിൽ കുറ്റബോധം നിറച്ചു. അവർ രണ്ടുപേരും മാത്രമായിരിക്കുമ്പോൾ കളിയാക്കുന്ന പോലെയല്ല, എല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ. എല്ലാം മനസ്സിലാക്കാനുള്ള കാര്യവിവരമായ വേറെ ഉള്ളതല്ലേ മോഹനേട്ടാ? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയരുത് മോഹനേട്ടാ. ദേവി പറയുമ്പോൾ മോഹൻ തലകുലുക്ക മാത്രം ചെയ്തു. അല്ലാതെ എന്ത് പറയാനാണ്? ഉള്ളിൽ പറഞ്ഞതെല്ലാം ഒന്നുകൂടെ കൂട്ടിയും കുറിച്ച് നോക്കുമായിരുന്നു. തെറ്റാണെന്ന് തന്നെ മനസ്സ് മറുപടി കൊടുത്തു. ദേവി കൂടുതലൊന്നും മിണ്ടാതെ പുറത്തേക്ക് പോയി. അപ്പോഴും മോഹൻ ദേവി പറഞ്ഞതെല്ലാം ആലോചിച്ച് നിൽക്കുമായിരുന്നു.